വിഖ്യാത ഗായിക ആശാ ഭോസ്ലേക്ക് വിട. 92-ാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ലോക സംഗീതത്തിലെ വിസ്മയമാണ് വിടവാങ്ങിയിരിക്കുന്നത്. വിവരങ്ങളുമായി ടി.ജി. സജിത്ത് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. സജിത്ത്, എല്ലാ പ്രാർത്ഥനകളും വിഫലമാക്കിക്കൊണ്ടാണ് ആശാ ഭോസ്ലെ വിടവാങ്ങുന്നത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചിരുന്നത്. എന്താണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ആശാ ഭോസ്ലെയുടെ വിയോഗം അത് ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഒരു വലിയ നഷ്ടമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ആശാ ഭോസ്ലെയുടെ ആരോഗ്യനില സംബന്ധിച്ച ആശങ്കകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ടായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ മുംബൈയിലെ ബീച്ച് ക്യാൻഡി ആശുപത്രിയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അല്പസമയം മുമ്പാണ് കുടുംബാംഗങ്ങൾ മരണവിവരം ഔദ്യോഗികമായി തന്നെ അവർ സ്ഥിരീകരിച്ചത്. അവരുടെ മകൻ ആണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ശ്വാസകോശ അണുബാധയാണ് മരണകാരണമായി മാറിയത്. ഗുരുതരാവസ്ഥയിലായിരുന്നു പോയത്. ആശാ ഭോസ്ലെ ഓർത്തെടുക്കുമ്പോൾ നമുക്കറിയാം, ലതാ മങ്കേഷ്കറുടെ സഹോദരിയാണ് ആശാ ഭോസ്ലെ. അതേ, ലതാ മങ്കേഷ്കർ സിനിമയിൽ സജീവമായതിനു ശേഷമാണ് ഇവർ പിന്നീട് സിനിമാ രംഗത്തേക്ക് വരുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ സിനിമയിൽ അവസരങ്ങളൊക്കെ കിട്ടാൻ ഏറെ പാടുപെട്ടിരുന്നു. പക്ഷേ പിന്നീട് സഹോദരിയെയും മറികടക്കുന്ന രീതിയിലേക്ക് സംഗീത രംഗത്തേക്ക്, പിന്നണി ഗാനരംഗത്തേക്ക് കുതിച്ചുയർന്നു എന്നതാണ് അവരുടെ പ്രത്യേകത. 1943 ആശാ ഭോസ്ലെയുടെ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് ഹിന്ദിയിലെ പ്രശസ്ത സംഗീത സംവിധായകർക്കൊപ്പം ഉയരുന്ന ഒരു കലാജീവിതമാണ് അവർക്കുണ്ടായത്. 1933 മറാത്ത നാടകവേദിയിലെ ഗായകനായിരുന്ന ദീൻനാഥ് മങ്കേഷ്കറുടെ മകളായി ഒരു കുങ്കിണി കുടുംബത്തിൽ അവരുടെ ജനനം. പിന്നീട് മലയാളത്തിലടക്കം അവരുടെ സിനിമ സംഗീത രംഗത്തെ സംഭാവനകൾ നിരവധി ഉണ്ടായിട്ടുമുണ്ട്. ഇതിനകം തന്നെ 12,000-ലധികം ഗാനങ്ങളാണ് അവർ ആലപിച്ചിരിക്കുന്നത്. ആ തരത്തിൽ ആശാ ഭോസ്ലെയെ ഓർത്തെടുക്കാം. നമുക്കറിയാം, ആശാ ഭോസ്ലെയുടെ ഗാനങ്ങൾ ഇപ്പം ഹിന്ദിയിലെ ഗാനങ്ങൾ പോലും മലയാളികൾക്ക് പോലും ഏറെ സുപരിചിതമായ നിരവധി ഗാനങ്ങൾ ആശാ ഭോസ്ലെയുടെ ശബ്ദത്തിലൂടെ ആസ്വദിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആശാ ഭോസ്ലെയുടെ വിയോഗം ആ തരത്തിൽ തന്നെ വലിയ നഷ്ടമായി മാറുന്നു എന്നതാണ് സാഹചര്യം. നിരവധി പുരസ്കാരങ്ങൾ, ദേശീയ അവാർഡ് പലതവണ നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ അവാർഡടക്കം പലതവണ നേടിയിട്ടുള്ളതാണ്. ഒപ്പം 2000-ൽ ഇവർക്ക് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ബംഗാൾ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ബംഗാബിഭൂഷൺ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട്. അങ്ങനെ ആശാ ഭോസ്ലെയുടെ വിയോഗം എല്ലാ അർത്ഥത്തിലും വലിയ നഷ്ടമാണ്. അല്പസമയം മുമ്പാണ് വിയോഗ വാർത്ത സ്ഥിരീകരിക്കപ്പെടുന്നത്.